എനിക്കും ഹർഷനും ദേ ഈ കിടക്കുന്നവൾക്കുള്ള അതേ സ്ഥാനവും അവകാശവും നീതുവിനും ഇവിടെ ഉണ്ട്. ഇനി ഒരിക്കൽ കൂടി എന്നെക്കൊണ്ട് ആരും ഇത് പറയിപ്പിക്കരുത്. പറയിപ്പിച്ചാൽ എല്ലാവർക്കും നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് നീതുവിൻ്റെ കൈയും പിടിച്ച് വസു മുകളിലേക്ക് കയറിപ്പോയി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വസു, ഇവിടേക്ക് വരുന്നില്ലെന്ന്. ആർക്കും എന്നെ ഇഷ്ടമല്ലടാ. എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് എന്തിനാ ഞാനിവിടെ ഇങ്ങനെ? റൂമിലെത്തിയതും ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന പോലെ നീതു വസുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് ഏങ്ങിക്കരഞ്ഞു. നീതു, എന്തായത്? നീ കരയാതെ. ഒന്നുമില്ലടി, നിനക്ക് നന്നായി അറിയുന്നതല്ലേ ഇവിടെ ഉള്ളവരെയെല്ലാം. പിന്നെന്തിനാ ഈ സങ്കടം? ഞാനും ഹർഷനും ഇവിടെ ഉള്ളപ്പോൾ നിന്നെ ആരും വേദനിപ്പിക്കില്ല, കുത്തി നോവിക്കുകയില്ല. വസു വാക്ക് കൊടുക്കും പോലെ പറഞ്ഞ് അവളുടെ തലയിൽ തലോടി. നീ ഇവിടേക്ക് വന്നതിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഋതിക, അതെപ്പോഴും ഓർമ്മ വേണം. വസു ഓർമ്മപ്പെടുത്തൽ പോലെ പറഞ്ഞുകൊണ്ട് നീതുവിനെ നോക്കി. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് അസ്വസ്ഥതയോടെ വസു അവളിൽ നിന്നും കണ്ണുകൾ വെട്ടിച്ചു. പക്ഷെ അപ്പോഴും അവൻ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. എന്താ ശിവൂട്ടാ നീ ഈ കാട്ടണേ? മുറി മുഴുവൻ നാശമാക്കിയല്ലോ. കയ്യിലിരിക്കുന്ന ന്യൂസ് പേപ്പർ ചെറിയ ചെറിയ പീസുകളായി നുള്ളി കീറി മുറിയിലാകെ പറത്തി വിടുകയാണ് ശിവൂട്ടൻ. അതിലെ ഓരോ പേപ്പർ തുണ്ടും പറന്നു പോകുന്നത് നോക്കി കൈകൊട്ടി കുച്ചരി പല്ലുകൾ കാട്ടി കുടുകുടെ ചിരിക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണ്. ഋതിക പറയുന്നതൊന്നും പുള്ളിക്കാരി ശ്രദ്ധിക്കുന്നത് കൂടിയില്ല. ഈ പെണ്ണ് എൻ്റെ നടുവടിക്കും. എൻ്റെ ഈശ്വര, ഞാൻ ഇതിനെ എപ്പോൾ വൃത്തിയാക്കി കഴിയും? തൻ്റെ മുന്നിലൂടെ പറന്നു പോകുന്ന പേപ്പർ തുണ്ടിലേക്ക് നോക്കി ഋതിക നെടുവീർപ്പെട്ടു. അവൾ കുഞ്ഞിപ്പെണ്ണിനെ നോക്കുമ്പോൾ അവിടെ ഇപ്പോഴും വലിയ കളിയിലാണ്. അതുപോലെ തന്നെ വായിൽ എന്തോ ഇട്ട് കാര്യമായി ചവയ്ക്കുന്നുമുണ്ട്. ഇതെന്താവോ ഈ അയവിറക്കുന്നത്? ശിവൂട്ടൻ്റെ ചവയ്ക്കൽ കണ്ട് ഋതിക സംശയത്തോടെ അവൾക്ക് അടുത്തേക്കിരുന്നു. അവളുടെ കയ്യിലിരിക്കുന്ന പേപ്പറെല്ലാം പിടിച്ചു വാങ്ങി മാറ്റിവെച്ചു. മാത്താ, അവൾ മാറ്റിവെച്ച പേപ്പറിലേക്ക് കുഞ്ഞു കൈകൾ നീട്ടി കുഞ്ഞു ചിണുങ്ങി. അതൊന്നും തരാൻ പറ്റില്ല. മതി നിന്റെ കളിയൊക്കെ. എന്താ നിന്റെ വായിൽ കിടക്കുന്നത്? പേപ്പറാണോ ഇങ്ങനെ കാര്യമായി ചവച്ചിറക്കുന്നത്? ശിവൂട്ടൻ്റെ കവിളിൽ കുത്തിക്കൊണ്ട് ഋതിക ഒരു പുരുക്കമുയർത്തി അവളെ സംശയത്തോടെ നോക്കി. അല്ല, രണ്ട് കൈകൾ കൊണ്ടും വായ പൊത്തിപ്പിടിച്ച് ശിവൂട്ടൻ കുലുങ്ങി ചിരിച്ചു. എന്താടി കള്ളിപ്പെണ്ണെ, നീ ചവയ്ക്കണേ, അമ്മയെ കൂടി കാണിക്ക്. കുഞ്ഞുപെണ്ണിൻ്റെ കൈകൾ രണ്ടും പിടിച്ചു വെച്ചു. ഋതിക ഒരു കൈകൊണ്ട് അവളുടെ കവിളിൽ ചെറുതായി കുത്തിപ്പിടിച്ച് വാ തുറന്നു നോക്കി. ഇതെന്താ ഇത്? നിനക്ക് എവിടുന്നാ ഈ ചോക്ലേറ്റ് കിട്ടിയത്? പല്ലുകളിൽ മുഴുവൻ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോക്ലേറ്റ് കണ്ട് ഋതിക സംശയത്തോടെ ചോദിച്ചു. ആൻറ്റി തന്നു. കുഞ്ഞിപ്പെണ്ണ് ഇട്ടിരുന്ന കുഞ്ഞുടുപ്പിൻ്റെ പോക്കറ്റിൽ നിന്നും ബാക്കിയുള്ള ചോക്ലേറ്റുകൾ എടുത്ത് കാണിച്ച് ഋതികയോട് കൊഞ്ചലോടെ പറഞ്ഞു. ആൻറ്റിയോ? ഏതാൻറ്റി? നിലുവാണോ? അല്ല, ഞാനാ കുഞ്ഞിന് ചോക്ലേറ്റ് കൊടുത്തത്. റൂമിൻ്റെ വാതിൽക്കൽ നിന്നും ആരുടെയോ ശബ്ദം കേട്ടതും ഋതിക ഞെട്ടലോടെ അങ്ങോട്ടേക്ക് നോക്കി. മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ട് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ തന്നെ ഋതിക കുഞ്ഞിനെ വിട്ട് നിലത്ത് നിന്നും എഴുന്നേറ്റു. നീ എപ്പോൾ വന്നു നൈതിക? ഒരു ചിരി പോലുമില്ലാതെ തന്നോട് ചോദിക്കുന്ന ഋതികയെ നീതു അത്ഭുതത്തോടെ നോക്കി. എന്നെ കണ്ടിട്ടും നിനക്കെന്താ ഒരു മാറ്റവും ഇല്ലാത്തത്? നീതു ഋതികയെ ചുഴിഞ്ഞു നോക്കി. നിന്റെ ഈ വരവ് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു നൈതിക. ഋതിക ഒരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു. അപ്പോൾ നിനക്കറിയാം നീ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ ഞാൻ നിന്നെ തേടി വരുമെന്ന് അല്ലേടി? ചോദിക്കുന്നതിനൊപ്പം വാതിലിനടുത്ത് നിന്നും പാഞ്ഞു വന്ന് നീതു കലിയോടെ ഋതികയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. വിട് നൈതിക. അവളുടെ കൈപ്പിടിയിൽ നിന്നും കുതറിക്കൊണ്ട് ഋതിക ഉറക്കെ പറഞ്ഞു. എൻ്റെ സഞ്ജു എവിടെ? അത് പറയാതെ വിടില്ല നിന്നെ ഞാൻ. എനിക്ക് എങ്ങനെ അറിയാനാ സഞ്ജു എവിടെയാണെന്ന്? ഞാൻ എന്താ അവൻ്റെ ഭാര്യയാണോ? ഋതികയും അവൾക്ക് നേരെ ചീറി. എടി, സഞ്ജു എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ കൊല്ലും നിന്നെ ഞാൻ. ഋതികയുടെ കഴുത്തിലെ പിടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് നീതു ദേഷ്യത്തോടെ പറഞ്ഞു. നീതു! ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന വസു നീതുവിനെ ഋതികയുടെ അടുത്ത് നിന്നും പിടിച്ചു മാറ്റി. അവനൊപ്പം തന്നെ ഹർഷനും ഉണ്ടായിരുന്നു. ഹർഷ, എടുക്ക്. നിലത്തിരുന്ന് നീതുവും ഋതികയും തമ്മിൽ വഴക്കിടുന്നത് കണ്ട് കുഞ്ഞിപ്പെണ്ണ് പേടിയോടെ ഹർഷനെ നോക്കി പറഞ്ഞു. അപ്പോൾ തന്നെ ഹർഷൻ ഓടി വന്ന് കുഞ്ഞിനെ നിലത്ത് നിന്നും വാരിയെടുത്തു. എന്തു ഭ്രാന്താ നീതു നീ കാണിക്കുന്നത്? ഇവളെ കൊന്നാൽ സഞ്ജു എവിടെയാണെന്നറിയാൻ നിനക്ക് കഴിയോ? നീതുവിനെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി വസു അവൾക്ക് നേരെ ശബ്ദമുയർത്തി.
എനിക്ക് അറിയണം വസു, എൻ്റെ സഞ്ജു എവിടെയാണെന്ന്. 3 വർഷമായി അവനെ ഒന്ന് കണ്ടിട്ട്, ആ ശബ്ദം ഒന്ന് കേട്ടിട്ട്. ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നെങ്കിലും അറിഞ്ഞാൽ മതി. അവളോട് പറ വസു, സഞ്ജു എവിടെ ഉണ്ടെന്ന് പറയാൻ. വിങ്ങലോടെ പറഞ്ഞുകൊണ്ട് അവൾ വസുവിൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. നീ കാണുന്നില്ലേ ഋതു ഇവളുടെ കണ്ണുനീര്, ഈ എൻ്റെ വേദന, നിന്നെ ഏട്ടത്തെയായി കണ്ട ഹർഷൻ്റെ സങ്കടം. ഇനിയെങ്കിലും പറ, എന്താ അന്ന് സംഭവിച്ചത്? ആരാ ശിവൂട്ടൻ്റെ അച്ഛൻ? സഞ്ജയ് ഇപ്പോൾ എവിടെയാണ്? കഴിഞ്ഞ 3 വർഷം നീ എവിടെയായിരുന്നു? വസുവിൻ്റെ ചോദ്യങ്ങളിൽ ഋതികയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഞാൻ എന്താ പറയേണ്ടത്? എൻ്റെ വേദനകളെ പറ്റിയോ അതോ എനിക്ക് നഷ്ടമായതിനെ പറ്റിയോ? ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് എന്നെ വേദനിപ്പിക്കാനാ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുന്നത്. പറയില്ല ഞാനൊന്നും. ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട എനിക്ക്. ഞാൻ ഒരനാഥയാണ്. എൻ്റെ മോള് അച്ഛനില്ലാത്തവളും. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇറങ്ങിപ്പോ എല്ലാവരും. എൻ്റെയോ എൻ്റെ മോളുടെയോ കാര്യങ്ങൾ തിരക്കാൻ ആരും ഇവിടേക്ക് വരണ്ട. സമനില തെറ്റിയവളെ പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഋതിക അലറി. അങ്ങനെ ഒഴിഞ്ഞു മാറാമെന്ന് നീ കരുതണ്ട ഋതിക. ഇപ്പോൾ ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. മര്യാദയ്ക്ക് എല്ലാം പറയുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ പറയിപ്പിക്കാൻ എനിക്കറിയാം. വസു ദേഷ്യത്തോടെ നീതുവിൽ നിന്നും വിട്ടുമാറി ഋതികയ്ക്ക് അടുത്തേക്ക് പാഞ്ഞു വന്നു. നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ ഇവിടെയിട്ട് കൊന്നാലും ശരി, എൻ്റെ നാവിൽ നിന്നും ഒന്നും നിങ്ങളറിയാൻ പോകുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ കുഞ്ഞുമായി ഞാൻ ഈ നിമിഷം ഇവിടം വിട്ടിറങ്ങും. ഋതികയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. എന്നാൽ ഇറങ്ങിപ്പോടി, ഇത് ഞങ്ങളുടെ തറവാടാണ്. ഇവിടെയുള്ള ഓരോ മൺതരിയിലും അവകാശമുള്ളത് ഞങ്ങൾക്ക് മാത്രമാണ്. നിന്നെ പോലൊരു പിഴച്ചവളെ ഇത്രയും ദിവസം ഇവിടെ താമസിപ്പിച്ചതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. നിർത്ത്. ഋതികയുടെ പെരുമാറ്റത്തിൽ കുപിതനായ വസു ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അവൾക്ക് നേരെ ചീറിയതും അവനേക്കാൾ ഉച്ചത്തിൽ ശബ്ദമുയർത്തിക്കൊണ്ട് ഋതിക അവനെ കൈ ഉയർത്തി തടഞ്ഞു. അതെ, ഞാൻ പിഴച്ചവളാണ്. പിഴച്ചു തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചത്. പക്ഷേ അതിലെനിക്ക് അന്തസ്സ് കുറവൊന്നും തോന്നുന്നില്ല. എന്നെ പിഴപ്പിച്ചവർക്കില്ലാത്ത അന്തസ്സ് കുറവ് എനിക്കെന്തിനാ? അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ് എന്നെ ചവിട്ടി താഴ്ത്താമെന്ന് ആരും കരുതണ്ട. കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അവൾ വാശിയോടെ പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ഇങ്ങിത്താ. ഹർഷൻ്റെ കയ്യിൽ നിന്നും അവൾ കുഞ്ഞിനെ വലിച്ചെടുത്തു. ടീച്ചറെ, എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? എന്താ ഉണ്ടായതെന്ന് ഞങ്ങളോട് പറഞ്ഞൂടെ? അവസാനത്തെ ശ്രമമെന്നോണം ഹർഷൻ അവളോട് ചോദിച്ചു. പറയുമായിരുന്നു സാർ ഞാനെല്ലാം. എന്നെയും എൻ്റെ മോളെയും സ്നേഹിക്കാൻ ഒരാളെങ്കിലും ഉണ്ടെന്ന് വിശ്വാസം തന്നിരുന്നുവെങ്കിൽ. സാറ് കണ്ടില്ലേ ഈ നിൽക്കുന്നവർ എന്നോട് പെരുമാറുന്ന രീതി എന്താണെന്ന്? കഴിയില്ല സാർ. എന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ മനസ്സ് തുറക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പോവുകയാണ്. കുഞ്ഞിനെ നിലത്തേക്ക് നിർത്തിക്കൊണ്ട് അവൾ ബെഡിനടിയിൽ നിന്നും ബാഗ് വലിച്ചെടുത്ത് അതിലേക്ക് അവളുടെയും കുഞ്ഞിൻ്റെയും ഡ്രസ്സുകൾ വാരി നിറച്ചു. നിൽക്ക്. ബാഗിലേക്ക് തുണികൾ കുത്തി നിറയ്ക്കുന്ന ഋതികയുടെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് നീതു അവളെ തടഞ്ഞു. എങ്ങോട്ടാ നീ പോകാൻ പോകുന്നത്? സഞ്ജു എവിടെയാണെന്ന് പറയാതെ നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകില്ല. പോകാൻ ഞാൻ അനുവദിക്കില്ല. കൈ എടുക്ക് നൈതിക. എനിക്ക് പോകാൻ നിന്റെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല. അവളുടെ കയ്യെ തട്ടി എറിഞ്ഞുകൊണ്ട് ഋതിക ദേഷ്യത്തോടെ പറഞ്ഞു. പറയുന്നതാ ഋതിക നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ പറയിപ്പിക്കും ഞാൻ. നീതു ദേഷ്യത്തോടെ പല്ല് കടിച്ചു പിടിച്ചു. പോടി. നീ എന്നെ എന്തു ചെയ്യും? കൊല്ലുവോ? എന്നാൽ കൊല്ല്. നീ എത്ര ശ്രമിച്ചാലും എൻ്റെ നാവിൽ നിന്നും ഒന്നും അറിയാൻ പോകുന്നില്ല. എടി. ഋതിക പറഞ്ഞത് കേട്ട് ദേഷ്യത്തോടെ നീതു അവളെ തല്ലാൻ കൈ ഉയർത്തി. തൊട്ടു പോകരുതെന്നെ. നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ള ചെണ്ടയല്ല ഞാൻ. മജ്ജയും മാംസവുമുള്ള മനുഷ്യനാണ്. എൻ്റെ ദേഹം വേദനിച്ചാൽ നോക്കി നിൽക്കില്ല. ഋതിക ദേഷ്യം കൊണ്ട് വിറച്ചു. അവളുടെ തീ ജ്വലിക്കുന്ന കണ്ണുകൾ കണ്ട് പതർച്ചയോടെ ഉയർത്തിയ കൈ തനിയെ താഴ്ന്നു പോയി. വിട്ടേക്ക് നീതു. എവിടെയെങ്കിലും പോയി തുലയട്ടെ നാശം. ജനിപ്പിച്ച അച്ഛനെയും സ്വന്തം കൂടപ്പിറപ്പിനെയും കൊല്ലാൻ മടിയില്ലാത്തവൾക്ക് നിന്നെ തല്ലി തോൽപ്പിക്കാൻ നിസ്സാരമായി കഴിയും. നീതുവിനെ പിടിച്ചുമാറ്റി ബസ് പുച്ഛത്തോടെ പറഞ്ഞു. അതെ, ഞാനാ കൊന്നത്. അപ്പയും രാധുവിനെയും കൊന്നത് ഞാനാ. എനിക്ക് ഇഷ്ടമുള്ളവനൊപ്പം ജീവിക്കാൻ വേണ്ടി അതിന് തടസ്സം നിന്നവരെല്ലാം ഞാൻ കൊന്നു. എന്നിട്ട് എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിച്ചു. അതിലൊരു കുഞ്ഞിനെയും എനിക്ക് കിട്ടി. ഞാൻ സ്നേഹിച്ചവൻ എന്നെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞു. ഇതല്ലേ നിങ്ങൾക്കറിയേണ്ടത്? ഇതല്ലേ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചത്? ഇപ്പോൾ തൃപ്തിയായില്ലേ?
അവൾ പറഞ്ഞ വാക്കുകൾ കേട്ട് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വസു അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. ഏട്ടാ, എന്താ ഇത്? അവരെ വിട്. ഹർഷൻ വസുവിനെ തടയാൻ ശ്രമിച്ചു. മാറി നിൽക്ക് ഹർഷ, ഇവളിനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. ഹർഷനെ തള്ളി മാറ്റി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ വസു ഋതികയെ വലിച്ചുകൊണ്ട് ഔട്ട് ഹൗസിന് പുറത്തേക്ക് നടന്നു. അവരുടെ പുറകെ ഋതികയുടെ ബാഗും എടുത്ത് നീതു. എല്ലാം കണ്ട് പേടിച്ച് വിതുമ്പലോടിരിക്കുന്ന ശിവൂട്ടനെ ഹർഷൻ തോളിലേക്ക് കിടത്തി. വിട്, വിടന്നെ. വസുവിൻ്റെ കൈപ്പിടിയിൽ കിടന്ന് ഋതിക കുതറി. ഇറങ്ങിപ്പോടി. ഇനി നീ ഈ മുറ്റത്ത് കാല് കുത്തരുത്. നിന്റെ നിഴൽ വെട്ടം പോലും എനിക്ക് മുന്നിൽ കണ്ടുപോകരുത്. അങ്ങനെ ഉണ്ടായാൽ കൊല്ലും നിന്നെ ഞാൻ. അവളെ ഔട്ട് ഹൗസിന് വെളിയിലെ മുറ്റത്തേക്ക് തള്ളിക്കൊണ്ട് വസു അലറി. അവൻ്റെ തള്ളിൽ അവൾ ചെന്ന് വീണത് അവിടേക്ക് വന്ന ആരുടെയോ നെഞ്ചിലേക്കായിരുന്നു. അയാളുടെ കൈകൾ അവളെ വീഴാതെ സുരക്ഷിതമായി ചേർത്ത് പിടിച്ചു. വസുവും നീതുവും ഹർഷനും ഋതികയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആളെ തന്നെ അത്ഭുതത്തോടെ നോക്കി നിന്നു ഗൗതം. നീതുവിൻ്റെ നാവ് പതിയെ ആ പേര് ഉച്ചരിച്ചു. ഋതിക വെപ്രാളത്തോടെ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈകളെ തട്ടിയെറിഞ്ഞ് 2 അടി പുറകിലേക്ക് മാറി. പക്ഷേ അടുത്ത നിമിഷം അവൾക്ക് മുന്നിൽ വെളിവായ അവൻ്റെ മുഖം കണ്ട് ഋതിക പരിസരം പോലും മറന്ന് നിശ്ചലമായി നിന്നുപോയി. അയാളും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഋതികയുടെ ഓർമ്മകൾ ഒരു നിമിഷം വർഷങ്ങൾക്ക് പിന്നിലേക്ക് പാഞ്ഞു. അതിൻ്റെ ഫലമായി അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി. അതിൽ നിന്നും ചുടു കണ്ണുനീർ ഒഴുകിയിറങ്ങി. തനിക്ക് മുന്നിൽ നിൽക്കുന്നവൻ്റെ മുഖം ഓർമ്മകളിൽ തെളിഞ്ഞതും പേടികൊണ്ട് അവളുടെ ശരീരം ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. രാധു. 2 കൈകൾ കൊണ്ടും ചെവികൾ മൂടി ഭ്രാന്തിയെപ്പോലെ അവൾ ഉറക്കെ നിലവിളിച്ചു. ഗൗതമിൻ്റെ മുഖം അവളെ കൊല്ലാതെ കൊല്ലുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം ഋതിക ബോധം മറഞ്ഞ് നിലത്തേക്ക് വീണു. അപ്പോഴും അവളെ നിലത്ത് വീഴാതെ ചേർത്ത് പിടിച്ചവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നത് അവളോടുള്ള അടങ്ങാത്ത പകയും പുച്ഛവുമായിരുന്നു.